അഭിലാഷ്, ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈഗോ ക്ലാഷിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് എന്തോ സൈഡ് കൊടുത്തിട്ടുണ്ടാവില്ല, ഇവർ ഹോൺ അടിച്ചിട്ടുണ്ടാവും, അതിന്റെ പേരിലുണ്ടായിരിക്കുന്ന പ്രശ്നമാണ്. ഇതിനകത്ത് ഇപ്പോൾ മേയർ കഴിഞ്ഞ ദിവസം വളരെ വികാരഭരിതയായിട്ട് നഗരസഭയ്ക്കകത്തിരുന്ന് സ്ത്രീയുടെ വിഷയമാണ്, സ്ത്രീത്വത്തിന്റെ വിഷയമാണ്. നമുക്ക് 100% ഉറപ്പാണ്, രാഷ്ട്രീയ ഭേദമന്യേ ഒരു സ്ത്രീ ഇവിടെ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും എല്ലാം അവർക്കൊപ്പം തന്നെ നിന്നിരുന്നേനെ. കാരണം ഈ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി വലിയ രാഷ്ട്രീയമായിട്ട് വലിയ പിടിപാടുകളുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സംഭവമായിട്ടുള്ള ഒരാളോ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്താണ് പ്രശ്നം? ആ ബസ്സിനകത്ത് എത്രയോ യാത്രക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിനിമം 2 യാത്രക്കാരെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നു. ഒരാളെങ്കിലും ആ ഡ്രൈവർക്കെതിരായിട്ട് ഒരു മൊഴി പറയണ്ടായിരുന്നോ? ഇന്നയാൾ ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ നമുക്കറിയാം ബസ്സും കാറും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്താണെന്ന് ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിലിരിക്കുന്ന ഒരാൾ ലൈംഗികമായിട്ടൊരു ചേഷ്ട കാണിക്കുന്നു, അത് താഴെ കാറിലിരിക്കുന്നവർ കാണുന്നു, ഈ ബസ്സിലിരിക്കുന്ന ഇത്രയധികം യാത്രക്കാർ കാണുന്നില്ല. ഇവർക്ക് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർക്ക് മുമ്പോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്? ഒന്നും തന്നെ ഇല്ല. ഒരു ഇഷ്യൂ ഉണ്ടായി, അത് ഈഗോപരമായൊരു ഇഷ്യൂ ആണ്. കുറച്ചുകൂടി പക്വതയോടുകൂടി മേയർ ഇടപെടേണ്ടതായിരുന്നു, കുറച്ചുകൂടി പക്വതയോടുകൂടി സച്ചിൻ ദേവ് ഇടപെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കൂടെയുള്ളവർ അവരിയ്ക്കുന്ന പദവികൾ എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. അവർക്ക് ഇടപെടാൻ 1000 വഴികൾ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ എന്നെയോ നിങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരാളെ പോലുള്ള ഒരു പൗരനാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ ഇപ്പോൾ വണ്ടി കൊണ്ടുവരുന്നു, അവിടെ ചേസ് ചെയ്ത് നിർത്തുന്നു, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, അടി ഉണ്ടാകുന്നു, ഇത് സംഭവിച്ചേക്കാം സാധാരണക്കാരിൽ. ഇവരാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഫോൺ കോളിൽ ഈ പറയുന്ന ബസ്സിനെ പോലീസിനെ ഉപയോഗിച്ച് തന്നെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ഈ ഡ്രൈവർക്കെതിരായിട്ട് നടപടി സ്വീകരിപ്പിക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇത് ഈഗോപരമായ വിഷയമാണ്. ഞങ്ങൾ എന്തോ സംഭവമാണ്, ഞങ്ങൾക്കെതിരായിട്ട് ഇത് കാണിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു വിഷയം മാത്രമാണ്. ഇപ്പൊ അതിനെ മറയ്ക്കാൻ വേണ്ടി സത്യം പറഞ്ഞ അതാണ് യാഥാർത്ഥ്യം. ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കുറെ ലൈംഗിക ആരോപണം കൊണ്ടുവരുന്നതായിട്ടാണ് പ്രഥമ ദൃഷ്ടിയ ഫീൽ ചെയ്യുന്നത്.